സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സെലൻ ലേണിംഗ്. അനഗൻസ് ആണ് മക്കൾ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് ഇരിക്കുകയല്ലേ? അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? റെഡിയല്ലേ എല്ലാവരും? ഓക്കെ. നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ജസ്റ്റിസ്. ഈ ജസ്റ്റിസ്, റൈറ്റ്സ്, സോഷ്യൽ ജസ്റ്റിസ് ആണ് ഉദ്ദേശിച്ച്. സോഷ്യൽ ജസ്റ്റിസ്, റൈറ്റ്സ്, ഇതൊക്കെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ 2-3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെന്തായാലും അത് പരീക്ഷയ്ക്ക് വരും. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാകും. ചിലപ്പം അതിൽ ഒരു 8 കാര്യം ഉണ്ടെങ്കിൽ ഒരു 5 കാര്യങ്ങളെ വരുള്ളൂ, ബാക്കി 3 ടോപ്പിക്സ് വരത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇതിൽ എത്രയാണോ ടോപ്പിക്സ് ഉള്ളത് അത് 2-3 ടോപ്പിക്സ് ഉള്ളൂ. അത് നിർബന്ധമായിട്ടും വന്നിരിക്കും. അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാലത്തോളായിട്ട് പരീക്ഷയ്ക്ക് വന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. റെഡി അല്ലേടാ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്, നമ്മുടെ ജസ്റ്റിസിൻ്റെ അഥവാ നീതിയുടെ 3 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് നോക്കുന്നത്. 3 പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ആണ്. ശ്രദ്ധിക്കണേ. ഒന്നാമത് എന്താ? ഈക്വൽ റൈറ്റ്സ് ഫോർ ഈക്വൽസ്. തുല്യരോട് തുല്യ പരിഗണന എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഐഡിയ പറഞ്ഞതാരാണ്, അല്ലെങ്കിൽ ഐഡിയ നമുക്കായിട്ട് ഷെയർ ചെയ്തത് ആരാണ്? നമ്മുടെ ജെർമി ബെന്താമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? കൺസിഡർ എവ്രി വൺ ഇൻ സൊസൈറ്റി ആസ് ഈക്വൽ. നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ വ്യക്തികളെയും എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. എല്ലാവരെയും എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലേ? ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ആൻഡ് ജസ്റ്റിസ് ദിസ് ജസ്റ്റിഫൈ ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഈക്വൽ റൈറ്റ്സ്. ഇതിലൂടെ എന്താ പറയുന്നത്? ഈക്വൽ ട്രീറ്റ്മെന്റ്സും ഈക്വൽ റൈറ്റ്സും ആണ് അവിടെ മീൻ ചെയ്യുന്നത്. അതായത് ഈക്വലി റിക്വയർസ് ദാറ്റ് പീപ്പിൾ ഷുഡ് നോട്ട് ബി ഡിസ്ക്രിമിനേറ്റഡ് എനി ഗ്രൗണ്ട് ഓഫ് ക്ലാസ്. അതായത് നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കണ്ടുകൊണ്ട് ഇവിടെ എന്താണ്? ഒരു ഡിസ്ക്രിമിനേഷനും ഉണ്ടാകുന്നില്ല. ജാതി, മത, വർഗ, വർണ്ണത്തിന് അതീതമായിട്ടുള്ള കോൺസെപ്റ്റ് ആണല്ലേ. എവ്രിബഡി ഇൻ സൊസൈറ്റി ഷുഡ് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. സൊസൈറ്റിയിലെ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈക്വൽ ആയിട്ട് തന്നെ അവരെ കാണല്ലേ. സമൂഹത്തിലെ എല്ലാവരെയും നമ്മൾ തുല്യരായിട്ട് പരിഗണിക്കുക എന്നതാണ് ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഈക്വൽസ്, അഥവാ തുല്യരോട് തുല്യ പരിഗണന എന്നതിലൂടെ പറഞ്ഞു വെക്കുന്നത്. എല്ലാവർക്കും തുല്യമായി പങ്കിട്ട് കൊടുത്ത് നീതി കൈവരിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എല്ലാവർക്കും ഒന്നുപോലെ, ആർക്കും ഒന്നും കൂടുതലാവാതെ ഒന്നും കുറയാതെ, അതായത് ആർക്കും ഒന്നും കൂടാതെ ആർക്കും ഒന്നും കുറയാതെ എല്ലാവരും തുല്യരായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇത് പറഞ്ഞത് ആരാണ്? നമ്മുടെ ജെർമി ബെന്താമാണ് പറഞ്ഞത്. ഓക്കെ. അടുത്തത് പ്രപ്പോർഷനേറ്റ് ജസ്റ്റിസ്, ആനുപാതിക നീതി എന്നാണ് പറയുന്നത്. മക്കളെ, ഈ ഒരു ഐഡിയ, ഈ ഒരു ആശയം നമ്മളിലേക്ക് എത്തിച്ചത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ്? പ്രപ്പോർഷനേറ്റ് ജസ്റ്റിസ് ഇൻ സം സിറ്റുവേഷൻ ഇൻ വിച്ച് വി മൈറ്റ് ഫീൽ ദാറ്റ് ട്രീറ്റിംഗ് എവ്രിബഡി ഈക്വലി വുഡ് ബി അൺജസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാവരെയും ഈക്വലായി കാണണം. ഇവിടെ പറഞ്ഞു എല്ലാവരെയും അങ്ങനെ ഈക്വലായി കാണുക എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു അനീതി നടക്കുന്നില്ലേ? എന്തോ ഒരു അൺജസ്റ്റ് നടക്കുന്നില്ലേ? കൺസിഡർ ഈക്വൽസ് ഈക്വലി. എന്ത് കൺസിഡർ ചെയ്യണം? ഈക്വൽ ആയവരെ ഈക്വലായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ. അൺഈക്വൽ ആയവരെ അൺഈക്വലായിട്ടും കൺസിഡർ ചെയ്തോളൂ. അതായത് ഉത്തമ, തുല്യരായവരെ തുല്യരായിട്ട് പരിഗണിക്കുക, തുല്യരല്ലാത്തവരെ തുല്യരല്ലാത്തവരായും പരിഗണിക്കുക. അതാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇവിടെ ഓരോരുത്തർക്കും റിവാർഡ് കൊടുക്കേണ്ടത് അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച്, അവരെത്രത്തോളം ക്വാളിറ്റി ഓഫ് ദെയർ എഫേർട്സ്, അവരുടെ എഫേർട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് എന്ത് ചെയ്യേണ്ടത്? റിവാർഡ് കൊടുക്കേണ്ടത്. യാതൊരു എഫേർട്ടും എടുക്കാതെ ഒരുപാട് റിവാർഡുകൾ കിട്ടുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. For justice in society, the principle of equal treatment needs to be balanced with the principle of proportionality. ഇവിടെ പറയുന്നത് മക്കളെ, ചില ഘട്ടങ്ങളിൽ എല്ലാവരെയും തുല്യരായി കണക്കാക്കുക എന്ന് പറയുന്നത് എന്താണ്? അനീതി ആയിട്ടുള്ളതാണ്. തുല്യർക്ക് തുല്യവരും, അതായത് തുല്യർക്ക് തുല്യമായിട്ടുള്ളതും തുല്യരല്ലാത്തവർക്ക് തുല്യമല്ലാത്തതുമായിട്ടുള്ള പങ്ക് നമ്മൾ കൊടുക്കുക എന്നതാണ് നമ്മുടെ ഈ ആനുപാതിക രീതി അഥവാ പ്രപ്പോർഷണൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു ആ എഫേർട്ടിനനുസരിച്ചുള്ള മെറിറ്റ്സ് ആ വ്യക്തിക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. ആ ഒരു കോൺസെപ്റ്റാണ് ആനുപാതിക നീതി അഥവാ പ്രപ്പോർഷണൽ ജസ്റ്റിസിൽ പറഞ്ഞു വെക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കണേ.
അത് ചോദ്യമല്ല, നീതിയുടെ സെക്ഷൻസ് ആണ്, നമ്മുടെ സോഷ്യൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾ ആണ്. റെക്കഗ്നീഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്, മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രത്യേക ആവശ്യങ്ങളെ അംഗീകരിക്കുക എന്ന് പറയും. ഈ ഒരു പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, നമ്മൾ റിവാർഡ്സ് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ഇൻ ദി recognition of special needs of the people while distributing rewards or duties. People with special needs or disability could be considered unequal in some particular respect and deserving a special help. പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ പല ആളുകളും ഉണ്ടായിരിക്കില്ലേ, നമ്മൾ ഈ എല്ലാവരെയും തുല്യരായി കാണണം, ഈക്വലായി കാണണം എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ആളുകൾക്ക് നമ്മളൊരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടി വരും. അവരെ മറ്റുള്ളവരുടെ കൂടെ ചേർത്ത് തുല്യരാക്കണമെങ്കിൽ നമ്മളൊന്ന് അവരെ കൈ പിടിച്ചു കൊടുക്കേണ്ടി വരും. മക്കളെ, ഓട്ടോറിക്ഷയ്ക്ക് 3 ചക്രമല്ലേ? ചില ആളുകൾ 3 ചക്രമുള്ള സ്കൂട്ടറിൽ പോകുന്ന കണ്ടിരുന്നോ? അതെന്താണ്? അത് അവരെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ടാണ് അല്ലേ. അപ്പോൾ അവർക്ക് 2 ചക്രത്തിലുള്ള സ്കൂട്ടറിലെ വണ്ടിയിൽ നിങ്ങൾ പോകാൻ പറ്റുള്ളൂ നിർബന്ധം പിടിക്കാൻ പറ്റുന്നുണ്ടോ? പാടുണ്ടോ? പാടില്ല. അവർ ഡിസബിൾ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ കണ്ണ് കാണാത്ത ആളുകൾക്ക് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതേപോലെ അവർ റോഡിലൂടെ നടക്കുമ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുകൾക്കും മൂവി കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് സിനിമ കാണാനും ബസ്സിൽ കയറാനൊക്കെ വേണ്ടി ഒരു റാമ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും ഈക്വലായി കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ സൊസൈറ്റിയിൽ ഈ പ്രായമായ ആളുകൾക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുക. SC/ST വിഭാഗം അവർക്ക് നമ്മളൊരു റിസർവേഷനിലൂടെ അവരെ മുൻപിലേക്ക് കൊണ്ടുവരിക. അത്തരത്തിലുള്ള കുട്ടികൾ അവരെ വിഭാഗത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന അവർക്കൊരു കൈത്താങ്ങ് നമ്മൾ പണമായിട്ടോ പുസ്തകമായിട്ടോ അവർക്ക് ഏൽപ്പിക്കുക. അതേപോലെ ഹോസ്റ്റലുകൾ അവർക്ക് വേണ്ടി തുടങ്ങുക. ഇതൊക്കെ നമ്മൾ ചെയ്ത ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അവർക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് അവർക്ക് എന്തായാലും കൊടുക്കണം. ഷുഡ് ബി കൺസിഡേർഡ് ഫോർ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്. അതിന് അവരെന്താണ് അർഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് പ്രത്യേക അവരുടെ ആവശ്യങ്ങളെ അംഗീകരിച്ച് നമ്മൾ കൊടുക്കണം. ഇത് മൂന്നും എന്താണ് ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽസ്, തുല്യരോട് തുല്യ പരിഗണന, പ്രപ്പോർഷനേറ്റ് ജസ്റ്റിസ്, ആനുപാതിക രീതി, റെക്കഗ്നീഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്, പ്രത്യേക ആവശ്യങ്ങളെ അംഗീകരിക്കൽ. ക്ലിയർ ആയില്ലേ? ഇനി ഒരു ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന ചാപ്റ്റർ എന്നാണ് പറഞ്ഞത്. റൈറ്റ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമുക്ക് അവകാശങ്ങൾ എത്ര എണ്ണമുള്ളത്? 4 അവകാശങ്ങളാണ്. ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ റൈറ്റ്സ്, രാഷ്ട്രീയ അവകാശങ്ങൾ, സിവിൽ റൈറ്റ്സ്, പൗരാവകാശങ്ങൾ, എക്കണോമിക് റൈറ്റ്സ്, സാമ്പത്തിക അവകാശങ്ങൾ, കൾച്ചറൽ റൈറ്റ്, സാംസ്കാരിക അവകാശങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് അവകാശങ്ങൾ നമ്മൾ പഠിച്ചു? രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ, സാംസ്കാരിക അവകാശങ്ങൾ. ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ റൈറ്റ്സ്, സിവിൽ റൈറ്റ്സ്, എക്കണോമിക് റൈറ്റ്സ് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ഇനി ഈ റൈറ്റ്സിന്റെ അണ്ടർ, അത് ഈ ഹെഡിങ്ങിന്റെ അണ്ടറിൽ വരുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കട്ടെ. പരീക്ഷയ്ക്ക് ഒരുപാട് അവകാശങ്ങൾ മിക്സപ്പ് ആയിട്ട് കൊടുത്തിട്ട് ഇതേപോലെ 4 ടേബിൾ കൊടുക്കും. ഈ ടേബിളിന്റെ അണ്ടറിൽ എഴുതാൻ കൊടുക്കും. അത് കണ്ടുപിടിച്ച് എഴുതിയ മക്കളെ 4 മാർക്കാണ്. നമ്മളൊരു 4 മാർക്ക് കിട്ടണമെങ്കിൽ എത്ര എഴുതണം? അത് എഴുതിയാൽ തന്നെ 3, 3.5 കിട്ടും, 3, 3.5, 3.25 കിട്ടുക. പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ അവിടെ എഴുതി കൊടുത്ത് നമുക്ക് എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് സുഖമായിട്ട് കിട്ടിയില്ലേ? അപ്പോൾ ഓരോന്നിൻ്റെയും അണ്ടറിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ അഥവാ പൊളിറ്റിക്കൽ റൈറ്റ്സിലേക്കാം. അപ്പോൾ അത് നമുക്ക് വേഗം ഇങ്ങനെ കുറേ മിക്സപ്പ് ചെയ്ത് വേഗം കിട്ടാൻ പറ്റും. വോട്ട് ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു വോട്ട്, ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവകാശം, അതേപോലെ തന്നെ നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് രൂപീകരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് ക്രിട്ടിസൈസ് ചെയ്യാം, പെറ്റീഷൻസ് ഫയൽ ചെയ്യാനുള്ള അവകാശം, പബ്ലിക് ഓഫീസസ് ഹോൾഡ് പദവികൾ വഹിക്കാനുള്ള അവകാശം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഈ രാഷ്ട്രീയ അവകാശങ്ങൾ നമുക്ക് പെട്ടെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇത് പറ്റും. ഇനി സിവിൽ റൈറ്റ്സ് ആണ് പറയുന്നത്, പൗരാവകാശങ്ങൾ. അത് നമുക്ക് എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമുക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, നമ്മൾ സമ്മേളനങ്ങൾ ഉണ്ടാക്കാം, അസോസിയേഷൻ സംഘടന രൂപീകരിക്കാം, അതേപോലെ തന്നെ ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതൊക്കെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 90 അത് ആലോചിച്ച് നമുക്ക് വേഗം എന്ത് ചെയ്യും? അത് നമുക്ക്
കറക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് സാമ്പത്തിക അവകാശങ്ങൾ, നമ്മുടെ എക്കണോമിക് റൈറ്റ്സ്. അത് നമുക്ക് ജോലി ചെയ്യാനുള്ള അവകാശം, തുല്യ ജോലിക്ക് തുല്യ പരിഗണന, നമ്മളെ വിശ്രമത്തിനുള്ള അവകാശം, അതേപോലെ ട്രേഡ് യൂണിയൻസ് രൂപീകരിക്കാൻ, സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അതൊക്കെ നമുക്ക് അവിടെ സാമ്പത്തിക അവകാശങ്ങളിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതവിടെ സെറ്റായി, വേഗം മനസ്സിലാവും. സാംസ്കാരിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷനിലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, നമ്മുടെ ലാംഗ്വേജ് കൾച്ചറൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ നമുക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ, റൈറ്റ് ടു റിഫോം, പരിഷ്കരണത്തിനുള്ള അവകാശം, ഇതൊക്കെ നമുക്ക് വേഗം കിട്ടുക. ഇതിൽ കിട്ടാൻ കുറച്ചൊന്ന് ഓർത്തൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടേക്ക് തോന്നുന്ന കൾച്ചർ റൈറ്റ്സ് ആണ്. ബാക്കി നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അവിടുന്ന് ഇവിടുന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റും. ബാക്കി മൂന്നെണ്ണം കണക്ട് ചെയ്ത് ബാക്കിയുള്ള എടുത്തിട്ട് കൾച്ചർ റൈറ്റ്സ് കൊണ്ടിട്ടാതില്ലേ, അങ്ങനെയാണ് നമുക്ക് പരീക്ഷയ്ക്കൊക്കെ കിട്ടുക. ഓക്കെ, കുറച്ച് ട്രിക്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പയറ്റണം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. എക്സാം എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലേ, നമ്മൾ ഇത്രയും കാലം പഠിച്ചത് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാണ് നമ്മൾ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സെക്ഷനിലൊക്കെ ഒരുപാട് ഇതേപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് എൻ്റെ മക്കൾക്ക് പർട്ടിക്കുലർലി ഏത് ഏരിയയിൽ നിന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ മിസ്. അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു സെക്ഷനിൽ പുതിയ ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഫ്രം ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.